എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു സ്ഫിയർ, അതായത് ഗോളം. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിന്റെ വ്യാപ്തം, അതായത് സർഫസ് ഏരിയയും വോളിയും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഈ സ്ഫിയർ ഗോളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഫുട്ബോൾ ഫുട്ബോൾ എല്ലാവർക്കും ഫുട്ബോൾ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഫുട്ബോളാണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ വോള്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇത് നോക്കിയാൽ, ഇതിപ്പോൾ ഈ ഫുട്ബോളിന് പകരം ഇത് നമുക്കൊരു കട്ടിയായ ഒരു ഗോളാണെന്ന് വിചാരിക്കുക. ഫുട്ബോൾ നമുക്കറിയാം ഉള്ളു പൊള്ളയാണ് അതിന് പകരം നമുക്കൊരു കട്ടിയായ ഒരു ഗോളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ചെറുതോ വലുത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു ലഡു എടുക്കുക. ലഡു, അപ്പോൾ ഒരു ലഡുവിനെ ഞാൻ കൃത്യമായിട്ട് രണ്ടായിട്ട് മുറിച്ചു വിചാരിക്കാം, 2 പീസുകളാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ആകൃതിയിൽ 2 പീസുകൾ കിട്ടും അല്ലേ. അതിനെ നമ്മൾ മുറിച്ച ഭാഗം എങ്ങനെയായിരിക്കും? ഒരു സർക്കിളിന്റെ ആകൃതി ആയിരിക്കും നമുക്ക് കിട്ടുക ഈ സർക്കിളിന്റെ ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും അപ്പൊ ഈ സർക്കിളിന്റെ കേന്ദ്രം തന്നെയാണ് ഈ ഗോളത്തിന്റെയും കേന്ദ്രം. അതുപോലെ തന്നെ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ അത് തന്നെയായിരിക്കും ഈ ഗോളത്തിന്റെയും റേഡിയസ്. അതായത് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഉപരിതല അതായത് സർഫസിലേക്കുള്ള എവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഈ സർക്കിളിന്റെ റേഡിയസ് തന്നെയായിരിക്കും ഈ ഗോളത്തിന്റെയും റേഡിയസ്. അപ്പൊ നമുക്കറിയാം, ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ, അതായത് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മതി? റേഡിയസ് മതി അപ്പോൾ ഒരു സർക്കിളിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? റേഡിയസ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഗോളത്തിന്റെ റേഡിയസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ വോള്യം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ എന്ത് അറിഞ്ഞാൽ മതി? റേഡിയസ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗോളത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അവിടെ നിങ്ങൾ തൽക്കാലം ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. കാരണം ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്ന് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനം ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഒരു ഗോളത്തിന്റെ, അതായത് ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ = 4πr². മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കാം. അപ്പോൾ ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4πr² അപ്പോൾ നമുക്ക് ഇതിന്റെ റേഡിയസ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഗോളത്തിന്റെ, അതായത് സ്ഫിയറിന്റെ സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വേറെ വോള്യാണ് ഇതിന്റെ വോള്യം. ഇതിന്റെ ഉള്ളിൽ നമുക്കറിയാം വോള്യം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം അപ്പോൾ ഇതിന്റെ വോള്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ വോള്യം, അതായത് വ്യാപ്തം = 4/3πr³. അപ്പൊ ഈ 2 ഇക്വേഷൻ നല്ലവണ്ണം ഓർമ്മയിൽ വെക്കുക. മനസ്സിലായല്ലോ? അപ്പൊ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? 4πr². വോള്യം കണ്ടുപിടിക്കണമെങ്കിലോ 4/3πr² അല്ല πr³. നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഏരിയ നമുക്കറിയാലോ എന്താണ്? സർക്കിളിന്റെ ഏരിയ വെറും πr² ഉള്ളൂ സർക്കിൾ മാത്രമാണെങ്കിൽ πr². ഇത് ഒരു സ്ഫിയർ ആണെങ്കിൽ 4πr². അതിന്റെ വോള്യം ആണെങ്കിൽ 4/3πr³. ഇനി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ, ഇവിടെ ഒരു സമചതുരക്കട്ട ഒരു കട്ടിയായിട്ട് ഒരു ഇപ്പൊ മരത്തിന്റെയോ മറ്റൊരു സമചതുരക്കട്ടയാണെന്ന് വിചാരിക്കാം. ഇതിന്റെ നമുക്ക് ഒരു സൈഡിന്റെ അളവ് വന്നിട്ടുണ്ട് ഇപ്പൊ 4 സെന്റിമീറ്റർ. അപ്പോൾ ഇതൊരു സൈഡിന്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീളവും ഉയരവും വീതിയും ഒക്കെ എന്തായിരിക്കും? ഒരു സെന്റി സമചതുരക്കട്ടയാണ് അപ്പോൾ 4 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്ന ഒരു സ്ഫിയറിന്റെ അപ്പോൾ ഇതൊരു മരക്കട്ടയാണെന്ന് വിചാരിക്കുക. ഈ മരക്കട്ടയിൽ നിന്ന് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് എന്ത് എഴുതാം? 4πr² എന്ന് എഴുതാം അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് റേഡിയസ് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സ്ഫിയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും? ഇതേ രൂപത്തിലായിരിക്കും കിട്ടുക ഇതായിരിക്കും നോക്കിയാൽ. ഇത് നമ്മുടെ ഇപ്പോൾ ഇതിന്റെ ഈ ചതുരക്കട്ടയുടെ ഒരു ഭാഗം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്ന ഏറ്റവും വലിയ ഈ ഗോളത്തിന്റെ ഒരു സൈഡ് ഇതുപോലെ ആയിരിക്കും. അതായത് ഈ സമചതുരക്കട്ടയുടെ ഈ വശത്തിന്റെ ഈ ഒരു വക്കിന്റെ നീളം എന്തായിരിക്കും? അതായിരിക്കും ഇതിന്റെ ഡയമീറ്റർ അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഡയമീറ്റർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ
ഇതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 4 കിട്ടിയാൽ അങ്ങനെ റേഡിയസ് എത്ര വരും? 2 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? അപ്പോൾ 2 കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായല്ലോ. 4 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 2 അല്ലേ? 2 സ്ക്വയർ r സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 4 16, 16 പൈ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നോക്കിയേ, ഇപ്പം നമ്മൾ 2 മുറിച്ചെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ മുറിച്ച് കിട്ടുന്ന ഒരു കഷ്ണം ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ എന്ത് പറയും? അർദ്ധഗോളം എന്ന് പറയും അല്ലേ? നാം സർക്കിളിനെ 2 മുറിച്ച് കഴിഞ്ഞാൽ അല്ലേ, തുല്യമായ 2 ഭാഗങ്ങളാക്കിയാൽ നമ്മൾ അർദ്ധവൃത്തം എന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ ഇതിനെ നമ്മൾ തുല്യമായ 2 ഭാഗങ്ങളാക്കി അതിന് എന്ത് പറയും? അർദ്ധഗോളം എന്ന് പറയും അല്ലേ? അതായത് ഹെമിസ്ഫിയർ എന്ന് പറയും. ഇനി നമുക്ക് ഈ അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് അതായത് സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ മൊത്തം അല്ലെ, ഒരു ഗോളത്തിന്റെ ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ നമുക്കറിയാം 4πr² ആണ്. ഇനി ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇത് കട്ടിയായതാണെന്ന് ചോദിക്കാം. പൊള്ളയല്ല, കട്ടിയായതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പകുതി അല്ലെ, പകുതി കഷ്ണം അതായത് അർദ്ധഗോളം, ഈ അർദ്ധഗോളത്തിന്റെ സർഫസ് ഏരിയ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കറിയാം ഒരു വളഞ്ഞ ഭാഗം ഉണ്ട് അല്ലേ? ഇങ്ങനെ നമുക്ക് മുറിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു വളഞ്ഞ ഭാഗമുണ്ടോ, ഇവിടെ ഒരു സർക്കിളും ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും? ഈ വളഞ്ഞ ഭാഗത്തിന്റെ അല്ലെ, ഈ വളഞ്ഞ ഭാഗത്തിന്റെ ഇത്രയും ഭാഗത്തിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു സർക്കിൾ അല്ലെ, സർക്കിളായിരിക്കും. അപ്പൊ അതിന്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഈ വളഞ്ഞ ഭാഗത്തിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും? ഈ ഗോളത്തിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കോ അതിന്റെ പകുതിയായിരിക്കും ഈ വളഞ്ഞ ഭാഗത്തിന്റെ അല്ലെ, ഈ പകുതി ഭാഗത്തിന്റെ സർഫസ് ഏരിയ. ശരിയല്ലേ? ഇങ്ങനെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം സർഫസ് ഏരിയ എത്രയായിരിക്കോ അതിന്റെ പകുതിയായിരിക്കും ഈ ഭാഗത്തിന്റെ സർഫസ് ഏരിയ. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 1/2 അല്ലെ? ഏതിന്റെ 1/2? പകുതിയായിരിക്കും. ഏതിന്റെ? 4πr² പകുതിയായിരിക്കും ഈ അർദ്ധഗോളത്തിന്റെ ഈ ഭാഗത്തിന്റെ ഏരിയ. ഇനി അതിന്റെ കൂടെ നമ്മൾ ഏത് ആഡ് ചെയ്യേണ്ടി വരും? ഈ മുറിച്ച ഭാഗം അല്ലെ, സർക്കിളിന്റെ ഏരിയയും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം πr². ഓക്കെ ആണല്ലോ? ഇനി നോക്കിയാൽ 2 4 2 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2πr² പ്ലസ് ഇവിടെ ഈ πr². അപ്പൊ എത്ര കിട്ടി നമുക്ക്? 2πr²ഉം 1πr². എത്രയായിരിക്കും? 3πr². മനസ്സിലായല്ലോ? അപ്പോൾ ഒരു അർദ്ധഗോളത്തിന്റെ അതായത് ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും? 3πr². അപ്പൊ ഈ 3 കാര്യങ്ങൾ നല്ലവണ്ണം പഠിച്ചു വെക്കുക. ഒന്ന് നമുക്ക് ഗോളമാണെങ്കിൽ അല്ലെ, സ്പിയർ ആണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ 4πr², അതിന്റെ വോളിയം 4/3πr³. ഇനി ഇത് ഹെമിസ്ഫിയർ ആണെങ്കിൽ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? 3πr². 3πr² വന്നത് മനസ്സിലായല്ലോ? ഇതിന്റെ ഈ ഭാഗത്തിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം സർഫസ് ഏരിയയുടെ പകുതി അല്ലെ, 2πr². അതിന്റെ കൂടെ ഏത് കൂട്ടേണ്ടി വരും? നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗത്തെ കണ്ട ഈ ഭാഗത്തെ ഏരിയയും കൂടി കൂട്ടണം. അതിന്റെ ഏരിയ πr². അപ്പൊ 2πr²ഉം 1πr² കൂടി കൂട്ടുമ്പോൾ 3πr². അപ്പൊ ഇത് ഹെമിസ്ഫിയർ അല്ലെ, ഹെമിസ്ഫിയർ അതായത് അർദ്ധഗോളത്തിന്റെ പരപ്പളവ്. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് ഒരു ഗോളം തന്നിട്ടുണ്ട്. ആ ഗോളത്തിന്റെ ഇപ്പൊ റേഡിയസ് നോക്കിയാൽ ഉദാഹരണം, ഇപ്പൊ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു 12 സെന്റിമീറ്റർ. ഈ 12 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു കട്ടിയായ ഒരു ഗോളം, കട്ടിയായ ഒരു സ്ഫിയർ, അതിനെ തുല്യമായ 2 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഓരോ ഭാഗത്തിന്റെയും ഉപരിതല പരപ്പളവ് എത്രയാണ്? അർദ്ധഗോളാണ് അല്ലെ, ഹെമിസ്ഫിയർ ആണ്. അതുകൊണ്ട് ഉടൻ എഴുതാം 3πr² അല്ലെ. ഇക്വേഷൻ 3πr², അതായത് 3 ഇൻറ്റു 3π ഇൻറ്റു r², 12ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് നോക്കിയാൽ 3π അല്ലെ, 3π ഇൻറ്റു 12 സ്ക്വയർ നമുക്കറിയാം 144. അപ്പൊ ഇത് നമ്മൾ കുടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 4 ഇൻറ്റു 3 12 അല്ലെ, ബാക്കി 1 12 1 13, 3 1 4. അപ്പൊ 432π അല്ലെ സ്ക്വയർ സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ ഈ രൂപത്തിലാണ് നാം ഇതൊക്കെ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 270 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. ദി സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ് 120 സ്ക്വയർ സെന്റിമീറ്റർ. ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 halves, വാട്ട് വുഡ് ബി ദി സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ?
അതായത് കട്ടിയായ ഒരു ഗോളം അതിന്റെ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് 120 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി അത് മുറിച്ച് 2 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ഓരോന്നിന്റെയും സർഫസ് ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദ്യം, അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു മുറിച്ച് കഴിഞ്ഞാൽ ഇതെന്താവും, അർദ്ധഗോളായിരിക്കും, അല്ലെ? ഹെമിസ്ഫിയർ ആയിരിക്കും. അതിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? 3 πr², അല്ലെ? ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇതിന്റെ, അല്ലെ, ഇതിന്റെ സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ഗോളത്തിന്റെ സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ വയ്ക്കാം, സർഫസ് ഏരിയ എത്രയാണ് തന്നിട്ടുണ്ട്? 120 സ്ക്വയർ സെന്റിമീറ്റർ, അല്ലെ? അപ്പൊ ഈ ഗോളത്തിന്റെ സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഗോളത്തിന്റെ സർഫസ് ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 4πr², അല്ലെ? 4πr². അപ്പൊ നമുക്കിവിടെ 4πr² 120 ആണ്. ക്ലിയർ ആണല്ലോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? πr² കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? πr² എത്രയായിരിക്കും? 120 ബൈ ഈ 4 ഇങ്ങോട്ട് പോകുമ്പോ ബൈ 4, അല്ലെ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? 30, അല്ലെ? അപ്പൊ πr² വാല്യൂ കിട്ടി നമുക്ക് 30. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഹെമിസ്ഫിയറിന്റെ അർദ്ധഗോളത്തിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ നോക്കിയേ, സർഫസ് ഏരിയ, അല്ലെ? സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധഗോളം. എന്താണ് ഇക്വേഷൻ? 3πr², അല്ലെ? ഇത് സർഫസ് ഏരിയ, അല്ലെ? സർഫസ് ഏരിയ ഓഫ്, ഇതെന്തിൻ്റെയാണ്? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്ഫിയറിന്റെ സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? πr² കിട്ടി നമുക്ക്, അല്ലെ? ഓക്കെ. ഇനി സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ? 3πr² ആണ്. ഇവിടെ πr² നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ 3 × πr², 30. എത്ര കിട്ടി നമുക്ക്? 3 × 3 9. അപ്പൊ 90 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി വോളിയംസ് ഓഫ് 2 സ്പിയേഴ്സ് ആർ ഇൻ ദി റേഷ്യോ 27:64. What is the ratio of their radii and the ratio of their surface area? എന്താണ് ചോദിച്ചിട്ടുള്ളത്? 2 സ്പിയറുകൾ, അല്ലെ? 2 ഗോളങ്ങൾ, അവ തമ്മിലുള്ള അവയുടെ വോളിയങ്ങൾ, അല്ലെ? വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 27:64. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവയുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, അല്ലെ? അപ്പൊ അവയുടെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? നമുക്ക് തന്നിട്ടുള്ള എന്താണ്? വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്ഫിയറിന്റെ വോളിയം, ഓക്കെ, വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 4/3 πr³, അല്ലെ? πr³. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ സ്ഫിയറിന് R1 എന്ന് കൊടുക്കാം, ഒന്നാമത്തെ ഗോളം എന്നുള്ള നിലയ്ക്ക്. മനസ്സിലായല്ലോ? അപ്പൊ R1³ എന്ന് എഴുതാം. ഈസ്റ്റു 4/3 4/3 πr³ ആണ്. അതുകൊണ്ട് നമുക്ക് R2 എന്ന് ഇട്ട് കൊടുക്കാം. R2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഗോളത്തിന്റെ റേഡിയസ് എന്നുള്ള നിലയ്ക്ക്. മനസ്സിലായല്ലോ? R2³. ഇത് നമുക്ക് എത്ര ആണ് തന്നിട്ടുണ്ട്? 27:64. 27:64. അപ്പൊ ആദ്യത്തെ ഗോളത്തിന്റെ വോളിയം ഈസ്റ്റു രണ്ടാമത്തെ ഗോളത്തിന്റെ വോളിയം = 27:64. ഓക്കെ. ഇനി നമുക്കറിയാം റേഷ്യോയിൽ, അല്ലെ, കോമൺ ആയിട്ട് വരെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും, അല്ലെ? 4/3 π ഇവിടെയുണ്ട്, 4/3 π, അല്ലെ? നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാലോ. 4/3 π ക്യാൻസൽ ചെയ്തു, ഇവിടുത്തെ 4/3 π ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? R1³, അല്ലെ? R1³ R2³ = 27:64. അപ്പൊ ഇവിടെ നോക്കിയാൽ R1³ R2³, അല്ലെ? = 27:64. അപ്പൊ R1 R2 കാണണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ ക്യൂബ് റൂട്ട്, അല്ലെ? ക്യൂബ് റൂട്ട്, അതായത് നമുക്കറിയാം 27 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 ആണ് 27, അല്ലെ? അപ്പോൾ R1 എന്തായിരിക്കും? 3:64 എന്ന് പറഞ്ഞാൽ എന്താണ്? 64 ക്യൂബ് റൂട്ട് എന്താ? ഏത് സംഖ്യ 3 പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് 64 കിട്ടാം? 4, അല്ലെ? 4 × 4 × 4 ആണ് 64. അറിയാലോ? അപ്പൊ അതുകൊണ്ട് 3:4. ക്ലിയർ ആയില്ലേ? R1ന്റെ നോക്കിയാൽ R1 × R1 ആണ് 27. അങ്ങനെയാണെങ്കിൽ R1 എന്ന് പറഞ്ഞാൽ അത്ര 3, അല്ലെ? അപ്പൊ 3 × 3 × 3 27. ഇവിടെ R2 × R2 × R2 ആണ് 64, അല്ലെ? അപ്പൊ R2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4. 4 × 4 × 4 ആണ് 64. ഇനി അത് പെട്ടെന്ന് ഓർമ്മ വരാത്തവർ എന്ത് ചെയ്യേണ്ടി വരും? 27 ഘടകങ്ങളാക്കണം. കണ്ടോ? 27 ഘടകങ്ങളാക്കി എന്താണ്? 27 നോക്കിയാൽ 3 പോളിലോ 9 × 3 27.
ഇനി 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ നമുക്ക് 3 × 3 × 3 എഴുതാം. അപ്പോൾ നമ്മളൊക്കെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ അല്ലേ, സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമ്മൾ 2 എണ്ണം വന്നാൽ ഒരെണ്ണം എടുക്കുക ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ക്യൂബ് റൂട്ട് ആണെങ്കിലോ 3 എണ്ണത്തിൽ നിന്ന് 1 എടുക്കാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ എത്ര 3 ഉണ്ട്? 3 ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു 3 എടുത്തു. ഓക്കെ, ഇനി നമുക്ക് 64 നോക്കിയാൽ 64 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടി നമുക്ക്? 32. ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 16 അല്ലേ. ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 8. ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4. ഇനി നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 3 എണ്ണത്തിൽ നിന്ന് 1 എടുക്കാൻ പാടില്ലേ. അപ്പോൾ 3 2 നിന്ന് ഒരു 2 എടുക്കുക. ഈ 3 2 2 നിന്ന് ഒരു 2 എടുക്കുക. അപ്പോൾ എത്ര വരും? 2 × 2 അല്ലേ. 2 × 2 4. അപ്പോൾ R1 = R2 = 3:4 അല്ലേ. അപ്പോൾ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടി 3:4. ഇനി എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഇവയുടെ സർഫസ് ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ റേഷ്യോ ഓഫ് സർഫസ് ഏരിയ. ഓക്കെ, എന്തായിരിക്കും റേഷ്യോ? സർഫസ് ഏരിയ കാണാൻ നമുക്കറിയാം എന്താണ്? 4πr² അല്ലേ. അപ്പോൾ നമുക്ക് 4πr², π × r² അല്ലേ. r നോക്കിയാൽ ഇവിടെ റേഷ്യോ നോക്കിയാൽ R1 3 ആണെങ്കിൽ R2 രണ്ടാമത്തെ റേഡിയസ് 4 ആണ് അല്ലേ. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് 4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 4πr² ആണ്. 4πr². അപ്പോൾ നമുക്ക് ഈ റേഡിയസ് എന്ത് കൊടുക്കാം? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തല്ലേ. ഇപ്പോൾ 3r എന്ന് കൊടുക്കാം. ഇത് 3r ആണെങ്കിൽ ഇതെന്തായിരിക്കും? 4r ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 4πr², അതായത് 3r, ഇതിൻ്റെ റേഡിയസ് 3r². ഇനി ഇതിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? 4πr²² അല്ലേ. R2 എത്രയാണ്? 4 അല്ലേ. 4, അതായത് 4r, 4r² ഇനി ഇവിടെ നോക്കിയാൽ 4π × 3ന്റെ സ്ക്വയർ 9, r-ന്റെ സ്ക്വയർ r². ഇവിടെ നോക്കിയാൽ 4π × 4ന്റെ സ്ക്വയർ എത്ര വരും? 16, r-ന്റെ സ്ക്വയർ r². ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കോമൺ ആയിട്ടുള്ള ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. 4π ഇവിടെ ഉണ്ട്, 4π ഇവിടെ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. r² നോക്കിയാൽ r² ഇവിടെ ഉണ്ട്, r² ഇവിടെ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വന്നു? റേഷ്യോ ഓഫ് സർഫസ് ഏരിയ എന്ത് വന്നു? ബാക്കി 9:16, 9:16. അപ്പോൾ നമുക്കറിയാം റേഷ്യോ എഴുതുമ്പോൾ ചെറിയ രൂപത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ, 9:16. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി ബേസ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് എ മെറ്റൽ സിലിണ്ടർ ആർ 4 centimeters and 10 centimeters. If it is melted and recast into spheres of radius 2 centimeters each, how many spheres can be made? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലത്തെ ഒരു ചോദ്യം അല്ലേ. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നോക്കിയാൽ ഒരു ലോഹം കൊണ്ട് അല്ലേ, ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു സിലിണ്ടർ അല്ലേ. അപ്പോൾ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു സിലിണ്ടർ, അതിന്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ, അതിന്റെ റേഡിയസ് നമുക്ക് വന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ റഫ് ആയിട്ട് ഒരു സിലിണ്ടർ വരച്ചു. ഓക്കെ, ഇനി അത് ഉരുക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അത് റീകാസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? അത് കുറച്ച് സ്ഫിയറുകളാക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ റേഡിയസ് നമുക്ക് വന്നിട്ടുണ്ട് ഈ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള കുറച്ച് സ്ഫിയറുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഗോളങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഒരു വസ്തു അല്ലെ ഉരുക്കിയിട്ട് മറ്റൊരു വസ്തു ആക്കുമ്പോൾ അതിൻ്റെ വോളിയത്തിന് ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കും? രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതിന് വളരെ എളുപ്പം നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? വോളിയം ഓഫ് സ്ഫിയർ അല്ലെ. വോളിയം ഓഫ് സ്ഫിയർ, ഗോളത്തിന്റെ വോളിയം. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത് ഉരുക്കിയിട്ട് കുറേ ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കുറേ ഗോളങ്ങൾ ഉണ്ടാക്കാം, എത്ര എന്ന് നമുക്കറിയാം, അപ്പോൾ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? വോളിയം ഓഫ് സ്ഫിയേഴ്സ് അല്ലേ. ഈ ഗോളങ്ങളുടെ മൊത്തം വോളിയം ഏതിന് ഈക്വൽ ആയിരിക്കും? ഇതിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ. മനസ്സിലായല്ലോ. അപ്പോൾ വോളിയം ഓഫ് സ്ഫിയേഴ്സ്, ഈ ഗോളങ്ങളുടെ വോളിയം വ്യാപ്തം എന്തിന് ഈക്വൽ ആയിരിക്കും? സിലിണ്ടറിന്റെ വ്യാപ്തത്തിന് ഈക്വൽ ആയിരിക്കും. നോക്കിയ വോളിയം ഓഫ് സ്ഫിയർ അല്ല, സ്ഫിയറിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. എങ്ങനെയാണ്? 4/3
പൈ ആർ ക്യൂബ് അല്ലേ, പൈ ആർ ക്യൂബ്. അപ്പോൾ ഇത് നോക്കിയാൽ ഒരു സ്ഫിയറിന്റെ വോളിയാണ് അല്ലേ, ഒരു ഗോളത്തിന്റെ വോളിയം. അപ്പോൾ ഇത് ഉരുക്കിയിട്ട് നമുക്കറിയാം കുറേ ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഗോളങ്ങളുടെ മൊത്തം വോളിയവും ഇതിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതിപ്പോൾ ഒരു ഗോളത്തിന്റെ വോളിയം ആയിട്ടുള്ളൂ, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് അല്ലേ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു എൻ. എത്ര എണ്ണം ഉണ്ടോ അത്രയും അല്ലേ, അത്ര എണ്ണത്തിന്റെ വോളിയം ഏതിന് ഈക്വൽ ആയിരിക്കും, ഇതിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ അല്ലേ. സിലിണ്ടർ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. അപ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ നമുക്ക് നോക്കിയാൽ ആർ എന്നുള്ളത് നമുക്ക് ക്യാപിറ്റൽ ആർ കൊടുക്കാം, നമുക്ക് 2 ആർ വരുന്നില്ലേ, അതുകൊണ്ട് ഇതിന്റെ വലിയ ആർ കൊടുക്കാം നമുക്കിതിന്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈ ആർ സ്ക്വയർ എച്ച്. ഇനി ഇവിടെ നോക്കിയാൽ 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ് അല്ലേ, ആർ 2 ആണ്, അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു എൻ ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എത്രയാണ് ഇതിൻ്റെ റേഡിയസ് 4, അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു എച്ച് 10. അപ്പോൾ ഇതിൽ നമുക്ക് എന്നെ കണ്ടുപിടിക്കാമല്ലോ അല്ലേ, എന്ന് വെച്ചാൽ എത്ര ഉണ്ടാക്കാൻ പറ്റും അല്ലേ, നമ്പർ ഓഫ് സ്പിയേഴ്സ് അല്ലേ, എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും നോക്കിയാൽ എൻ ഈക്വൽ എന്ത് വരും, ഇവിടെയുള്ളത് ആദ്യം എഴുതി പൈ ഇൻറ്റു 4 സ്ക്വയർ നമുക്ക് 4 × 4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇൻറ്റു 10. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കിയാൽ ഇവിടെ എൻ്റെ കഴിഞ്ഞാൽ ബാക്കി ഇൻറ്റു വരെ ചെയ്തേക്കുന്നത് 4 പൈ പിന്നെ 2 ക്യൂബ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് വരും, ഇൻറ്റു വരെ ഇവിടെയൊക്കെ ബൈ ആയി മാറും അല്ലേ, ബൈ ആയി മാറി. അപ്പോൾ ഇതൊക്കെ മുകളിൽ കിടക്കുന്നതൊക്കെ അടിയിൽ പോയി. അപ്പോൾ 4 ഇൻറ്റു പൈ ഇൻറ്റു 2 ക്യൂബ്, 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, ഇനി അടിയിൽ എടുക്കുന്ന ബൈ ആയി കിടക്കുന്ന ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഇൻറ്റു ആയി മാറും അല്ലേ. അപ്പോൾ ബൈ 3 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 3, അത് മുകളിൽ പോയി. ഇനി നോക്കിയേ 4 അല്ലേ, 4 ഇവിടെ ഉണ്ട്, പൈ ഇൻറ്റു പൈയും ക്യാൻസൽ ചെയ്ത് പോയി. ഇനിയൊക്കെ 2 ഇൻറ്റു 2 4 അല്ലേ, 2 2 ഉണ്ട്, അപ്പോൾ 4 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഇവിടെ മുകളിൽ 10 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ, അപ്പോൾ 2 ക്യാൻസൽ ചെയ്യാം, 10 എത്ര പ്രാവശ്യം പോകും, 5 പ്രാവശ്യം. ഓക്കെ, ബാക്കി എന്ത് വന്നു, അടിയിൽ ഇനി ആരുമില്ല, ബാക്കി 5 × 3 15. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് സ്പിയേഴ്സ് അല്ലേ, ഗോളങ്ങളുടെ എണ്ണം. എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, 15 ഗോളങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.